കേരളീയ ദർശൻ ടി വിയിലേക്ക് മാന്യ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. ഒരിടത്ത് കുറെ വെള്ളം കെട്ടിക്കിടന്നാൽ ഒരുപാട് നാളുകൾ ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് നാളുകൾ വെള്ളം കെട്ടിക്കിടന്നാൽ അവിടെ അഴുക്ക് വന്നടിയുന്നത് സ്വാഭാവികമാണ്. ഇത് എല്ലാ മേഖലകൾക്കും ബാധകമാണ്. ഒരു ഭരണം അല്ലെങ്കിൽ ഒരു കക്ഷി അല്ലെങ്കിൽ ഒരാൾ ഭരണവുമായി ഒരുപാട് നാൾ നീണ്ടുപോകുമ്പോൾ അവിടെ ചില അഴുക്കുകൾ വന്നു ചേരുന്നത് സ്വാഭാവികം, പ്രത്യേകിച്ചും ജനാധിപത്യ സംവിധാനത്തിൽ. അതുകൊണ്ടാണ് ഒരു പ്രസിദ്ധ സാഹിത്യകാരൻ ഈ ഇടയ്ക്ക് പറഞ്ഞത്, ഭരണം മാറി വരുന്നത് നല്ലതാണെന്ന്. അത് എത്രത്തോളം ശരി എന്നതിനെ കുറിച്ച് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഫലം വന്നതിന് ശേഷം അത് വളരെ കാര്യക്ഷമമായി ആരോഗ്യകരമായി ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. എന്തുകൊണ്ട് തോറ്റു, ആ തോൽവി എങ്ങനെ സംഭവിച്ചു, നല്ല പോലെ തോറ്റു എന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്വയം വിമർശനപരമായി വിലയിരുത്തുന്നത് ശ്രീ എം.വി. ഗോവിന്ദനാണ്. അദ്ദേഹം CPIM സംസ്ഥാന സെക്രട്ടറിയാണ്, പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അദ്ദേഹം പാർട്ടിക്കുണ്ടായ തെറ്റുകുറ്റങ്ങൾ, ഉണ്ടായ പാളിച്ച തുറന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ നല്ല പോലെ തോറ്റു എന്ന ആ പദം തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. അതിനു മുമ്പ് മുൻ ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ് കാരാട്ടിന്റെ ലേഖനവുമായി അത് കൂട്ടി വായിക്കുമ്പോൾ ഏറെ ശരിയാണ്. എവിടേക്കെയോ തകരാറുകൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഭരണത്തിന്റെ ശീതളഛായയിൽ സുഖലോലുപരമായ ജീവിതം നയിച്ചവർ, എങ്ങനെ പണം സമ്പാദിക്കാമെന്ന് ആലോചിച്ചവർ, അതിനുവേണ്ടി പൊതുപ്രവർത്തനം ഒരു വേദിയായി കണ്ടവർ, ആ കണ്ടവർക്കെല്ലാം ജനകീയ സംവിധാനത്തിൽ, ജനാധിപത്യ സംവിധാനത്തിൽ കേരളത്തിലെ ജനങ്ങൾ കൊടുത്ത ചുട്ട അടിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 19 സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടതും, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് BJPക്ക് ഒരു സീറ്റ്, അതും വൻ ഭൂരിപക്ഷത്തിൽ, സുരേഷ് ഗോപി എന്ന സിനിമാ നടൻ, അദ്ദേഹം സിനിമാ നടൻ മാത്രമല്ല നല്ലൊരു രാഷ്ട്രീയ നേതാവാണെന്ന് കൂടി തെളിയിച്ചിരിക്കുന്നു. തൃശ്ശൂരിൽ ഇത്രയധികം ഭൂരിപക്ഷം സുരേഷ് ഗോപിക്ക് ലഭിച്ചത് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വോട്ടർമാരായിരിക്കില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം, അതുപോലെ തന്നെ കഴിഞ്ഞ ഏറെ വർഷങ്ങളായി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, എല്ലാ രാഷ്ട്രീയക്കാരും പാക്കറ്റ് പല വഴിയിലൂടെ വീർപ്പിക്കുമ്പോൾ സ്വന്തം പാക്കറ്റിൽ നിന്നും പണം ചെലവാക്കി ജനങ്ങളെ സേവിച്ചത്, ജനങ്ങളെ സഹായിച്ചത്, നാടിന്റെ വികസനങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചത്, ഇതെല്ലാം ജനങ്ങൾ നല്ല അർത്ഥത്തിൽ ഉൾക്കൊണ്ടു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ സുരേഷ് ഗോപിക്ക് ഇത്രയധികം ഭൂരിപക്ഷം ലഭിച്ചത്. ഇത് എല്ലാ നേതാക്കൾക്കും, സ്ഥാനാർത്ഥികൾക്കും, സ്ഥാനാർത്ഥി മോഹികൾക്കും, പദവികളിൽ ഇരിക്കുന്നവരും പദവികളിൽ എത്താൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാം ഇതൊരു പാഠമാണ്. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ തിരുത്തേണ്ടത് തിരുത്തിയും, മാറ്റം വരുത്തേണ്ടത് മാറ്റം വരുത്തിയും, കൂട്ടിച്ചേർക്കേണ്ടത് കൂട്ടിച്ചേർത്തും കൊണ്ട് മുന്നോട്ട് പോയാൽ ഇനിയും സമയമുണ്ട്, ഇനിയും
ജനാധിപത്യ സംവിധാനത്തിൽ പിടിച്ചു കയറാനുള്ള അവസരമുണ്ട്. ജനങ്ങൾ ഇനിയും അംഗീകരിക്കും. അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളാണ്. അതിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവരുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ അതിനു വേണ്ടുന്ന നടപടികൾ അത് ഏത് മാർഗത്തിലൂടെയാണെങ്കിലും അത് സർക്കാരിനെ കൊണ്ട് നടപ്പിലാക്കേണ്ടത് സർക്കാരിനെ കൊണ്ടും അല്ലാതെ നടപ്പിലാക്കേണ്ടത് ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കേണ്ടത് അങ്ങനെയും നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ഇന്നുണ്ടായ പരാജയത്തിൽ നിന്നും മാറി വിജയത്തിലേക്ക് പോകാൻ പരാജയപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾക്കും ആ പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും കഴിയും. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനുള്ള ഒരു വിമർശന പഠനമായി വിമർശനവും സ്വയം വിമർശനവും എന്ന മഹത്തായ ആശയത്തിൽ ഊന്നിക്കൊണ്ട് തിരുത്തേണ്ടത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഈ അവസരത്തിൽ സകലവിധ ജനാധിപത്യവാദികളോടും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും അതിന്റെ നേതാക്കളോടും അത് ഭരണകർത്താക്കളായാലും അല്ലാത്തവരായാലും അവരോട് ആവശ്യപ്പെടാനുള്ളത് ഭരണത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നും ആ ഭരണത്തിൽ ഇരിക്കുന്നവരെ ആരെങ്കിലും മാറ്റി പകരം ആളുകളെ ആ പദവിയിൽ എത്തിക്കേണ്ടത് ഉണ്ടോ എന്നും പഠിക്കേണ്ടത് ആ രാഷ്ട്രീയ പ്രസ്ഥാനവും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഒപ്പം നിൽക്കുന്ന മുന്നണി ഘടക കക്ഷികളുമാണ്. അങ്ങനെ ചെയ്തതുകൊണ്ട് പ്രസ്ഥാനത്തിനോ ആ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികൾക്കോ പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടാവില്ല, ഗുണമേ ഉണ്ടാവൂ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും തോറ്റവരോടും ജയിച്ചവരോടും തോറ്റവർ തിരുത്തുന്നതോടൊപ്പം തന്നെ ജയിച്ചവർ ജനങ്ങളർപ്പിച്ച വിശ്വാസം നിലനിർത്തിക്കൊണ്ട് അത് ജനങ്ങളെ ഉപദ്രവിക്കുന്നതിനുള്ള ഒരു വേദിയായി കാണാതെ അവരും അവരുടെ പ്രശ്നങ്ങളെ പഠിച്ച് അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ കണ്ടെത്താൻ ജയിച്ച സ്ഥാനാർത്ഥികളും ശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പത്രാധിപർ പ്രതികരിക്കുന്നു എന്ന പരിപാടി ഇവിടെ പൂർത്തിയാക്കാൻ ശ്രമിക്കുകയാണ്. നന്ദി, നമസ്കാരം.